ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. വിദ്യാർത്ഥികളെ, ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുന്ന സ്പീച്ച് സാറേ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ടീച്ചേഴ്സും പറഞ്ഞു ഇൻട്രൊഡക്ടറി സ്പീച്ച്. വാട്ട് ഈസ് ഇൻട്രൊഡക്ടറി സ്പീച്ച് സാർ? ഒരു പേഴ്സണെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതും നമ്മൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലേ. എന്നിട്ട് അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യൽ അറിയേണ്ടത് നിങ്ങൾക്ക്? ഈ ഇൻട്രൊഡക്ട് സ്പീച്ച് ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകണം. എസ്പെഷ്യലി നമ്മൾ പറയില്ലേ, നമ്മളെ ആക്ച്വലി ഈ ഒരു ചാപ്റ്ററൊക്കെ, ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ചൊക്കെ നിങ്ങൾ എൻഡ് ചാപ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ചിലപ്പോൾ ആമിഗോ ബ്രദേഴ്സിലുള്ള ആന്റോണിയോ ഉണ്ട്, ഫെലിക്സ് വർഗാസ് ഒക്കെ ഉണ്ടാവില്ലേ, അവർ നിങ്ങളെ സ്കൂളിലേക്ക് വന്നാൽ അല്ലേ, അവർ ഫ്രണ്ട്സ് വന്നാൽ, അല്ലെങ്കിൽ പിന്നെ ത്രിയൽസ് ഓഫ് എംപവർമെന്റ് എഴുതിയിട്ടുള്ള പിന്നെ ലിയാം ഓഫ് ഫ്ലഹേർട്ടി നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്താവും അറിയോ, നമ്മളെ അമിഗോ ബ്രദേഴ്സ് ഉണ്ടാവില്ലേ, അമിഗോ ബ്രദേഴ്സ്, അതിലുള്ള രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ അവരെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്തോ? നോ വറി. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഡയസ്, വേദിയിലിരിക്കുന്ന, ഡയസ് എന്ന് പറഞ്ഞാൽ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അത് നമുക്ക് അറിയാൻ പറ്റും. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓവറായിട്ട് വലിച്ചു നീട്ടരുത് ഇൻട്രോ. അതാണ് ഈ ഇൻട്രൊഡക്ടറി സ്പീച്ചിന്റെ പ്രത്യേകത കേട്ടോ. ഇറ്റ്സ് അവർ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് ബിഫോർ യു ദ ഗ്രേറ്റ് ആൻഡ് അക്ലൈംഡ് പേഴ്സൺ ഫോർ ഹിസ് സർവീസ്. ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു മഹാനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. എന്തിനാണ് പറ? ഫോർ ഹിസ്, ആണാണെങ്കിൽ ഹിസ്, പെണ്ണാണെങ്കിൽ ഹെർ, സർവീസ് ടു ദ സൊസൈറ്റി, സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തിന്. മനസ്സിലാകണ്ടോ? ഒന്നുകിൽ സർവീസ് ആവാം, അല്ലെങ്കിലോ അതന്നെ എല്ലാവരും ഒരു സമൂഹത്തിന് സേവനം ചെയ്യുന്നവർ അല്ലാത്തൊരു മനുഷ്യനെ നമ്മൾ പിടിച്ചുകൊണ്ട് നല്ല എന്ത് ചെയ്യില്ല, സ്റ്റേജ് കയറ്റൂല കേട്ടോ. മിസ്റ്റർ, ഇവിടെ ആളുടെ പേര് എഴുതി കൊടുക്കുക, മിസ്റ്റർ അല്ലെ, ഒരാളുടെ പേര് മിസ്റ്റർ ഷാഫി, ഒരു ഫേമസ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, ഞാൻ തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഈസ് ആൻ എമിനന്റ് പേഴ്സണാലിറ്റി, വല്ലാത്തൊരു വ്യക്തിത്വമാണത് അല്ലേ. വിത്ത് ഹിസ് ഗ്രേറ്റ് ജേർണി ഓഫ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് നോക്കണമെങ്കിൽ അദ്ദേഹം വല്ലാത്തൊരു മനുഷ്യനാണ്, ഇജാതി മനുഷ്യനാണ് അയാൾ. നിങ്ങൾ ഒരു എമിനന്റ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം കേട്ടോ. മാത്രമല്ല ആ വ്യക്തിനെ കുറിച്ച് കുറച്ച് എഴുതി കൊടുക്കുക, ആ വ്യക്തിനെ കുറിച്ച് കുറച്ചല്ലേ. ഹീസ് വർക്കിംഗ് ഇൻ എഡ്യൂപോഡ് ആൻഡ് ഹീസ് വൺ അമംഗ് ദി ഫേമസ് ടീച്ചേഴ്സ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലുള്ള ഫേമസ് ടീച്ചേഴ്സിൽപ്പെട്ട ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നെക്കുറിച്ച് എങ്ങനെ തള്ളി മറിക്കാം കേട്ടോ. മാത്രമല്ല ഹി ലുക്സ് വെരി ഹാൻസം അല്ലേ, വാട്ട് എ ഫാന്റാസ്റ്റിക് അല്ലേ, ഹിസ് ക്ലാസ് ഇസ് അമേസിംഗ് എന്നൊക്കെ പറഞ്ഞാണ്ട് എഴുതി കൊടുക്കാം. ധൈര്യമായിട്ട് എഴുതിക്കോളുണ്ട്, A+ ഉറപ്പാണ് കേട്ടോ. ഞാൻ എൻ്റെ കേസാണ് പറഞ്ഞു കേട്ടോ. നിങ്ങളെ മുന്നിൽ ആരെയാണോ കിട്ടിയിട്ടുള്ളത്, ഇപ്പം അമിഗോ ബ്രദേഴ്സിനാണെങ്കിൽ ദേ ആർ വെരി ഫേമസ് ഫോർ ദെയർ ഫൈറ്റിംഗ് അല്ലേ, അവർ ഫൈറ്റിങ്ങിന് ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ദേ ആർ റോൾ മോഡൽസ് ടു അസ്, അവർ നമുക്ക് എന്താണ് റോൾ മോഡൽസ് ആണ്. ബിക്കോസ് ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ദെയർ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അവർ ഫ്രണ്ട്ഷിപ്പിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാൻ പറ്റും. എനിവേ, ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എക്സ്പ്രസിംഗ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഇങ്ങനത്തെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി വ്യക്തികളുണ്ടെങ്കിൽ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞു കേട്ടോ. ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എനിക്ക് വല്ലാത്ത എന്തുണ്ട് ഒരു സന്തോഷമുണ്ട്. ഐ എക്സ്പ്രസ് മൈ പ്ലഷർ, ഞാൻ എൻ്റെ സന്തോഷം എന്ത് ചെയ്യാണ്, എക്സ്പ്രസ് ചെയ്യാണ്. ടു ഇൻട്രൊഡ്യൂസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് 5 മാർക്ക് കിട്ടൂടാ. ഇൻട്രൊഡക്ടറി സ്പീച്ചിന് 5 മാർക്ക് കിട്ടും. എന്തിനത് സ്കിപ്പ് ചെയ്യണം? എഴുതി കൊടുക്കൂലേ. വെറും റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിൻ്റെ ഡീറ്റെയിൽ എഴുതി കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ എഴുതുന്നത് കേട്ടോ. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. താങ്ക് യു വെരി മച്ച്. ബൈ.